ജമാഅത്ത് ഇസ്ലാമിക്കാർ പൊതുവെ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ മൗദൂദിയുടെ ഗ്രന്ഥങ്ങളിൽ നിന്നല്ല ആദർശം സ്വീകരിക്കണം, ഞങ്ങളുടെ ഭരണഘടനയിൽ പറഞ്ഞതാണ് ഞങ്ങളുടെ ആദർശം. യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി അവിടെ ഭരണഘടനയിൽ ഗുരുതരമായ ചില തിരുത്തലുകൾ വരുത്തിയല്ലോ. അപ്പോൾ ആ തിരുത്തൽ പാടില്ല. കാരണം ഇസ്ലാമിൻ്റെ ആദർശം ജമാഅത്ത് ഇസ്ലാമിയുടെ ആദർശം ഇസ്ലാമിൻ്റെ ആദർശമാണെങ്കിൽ ആദർശം ഷൂറ കൂടി തിരുത്താൻ പാടില്ല. നമ്മൾ ഒരു പ്രൂഫ് ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ടൊന്നും കൂടി പറയാണ്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടന എൻ്റെ കയ്യിലുള്ളത് ഇത് ഏകദേശം 1996 വരെയുള്ള ഭേദഗതി അനുസരിച്ച് ഇതിൽ അവർ നയപരമായൊരു കാര്യമല്ല തിരുത്തി. നയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. പിന്നെ നിങ്ങളോടുള്ള നയം ചിലപ്പോൾ എനിക്ക് ഇന്ന് മാറാം അല്ലെങ്കിൽ നാളെ മാറാം. എന്നാൽ ആദർശം മാറില്ലല്ലോ, വിശ്വാസവുമായി ബന്ധപ്പെട്ട ഇതിൽ ഉത്തരവാദിത്തങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ മെമ്പർമാരുടെ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞെടുത്ത് ഓരോ ജമാഅത്ത് അംഗത്തിനും താഴെ വിരിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായിരിക്കും. നിർബന്ധം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വാജിബ് എന്നതിന്റെ അർത്ഥം. അപ്പൊ ആ വാജിബായ കാര്യങ്ങളിൽ 6ാമത്തെ എന്താണ്? ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥിതിയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനം വഹിക്കുന്നവനോ അതിൻ്റെ നിയമനിർമ്മാണ സഭയിൽ അംഗമോ അതിൻ്റെ കോടതി വ്യവസ്ഥയിൽ കീഴിൽ ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനാണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിയുക. അപ്പോൾ അത് പുതിയ ഭരണഘടനയിൽ വന്നപ്പോൾ ചില മാറ്റങ്ങൾ വന്നു. ആ വാജിബ് മാറി. അതായത് വാജിബ് എന്ത് ചെയ്തു? പിന്നെ ചില മാറ്റങ്ങൾ വന്നു. കാരണം ഇസ്ലാമിലെ വാജിബ് എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത വാജിബാണ്. പക്ഷേ ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആശയമാണെങ്കിൽ ഈ വാജിബ് മാറ്റം വരാൻ പാടില്ല. അവർ പറഞ്ഞ ഭരണകൂടത്തിൽ ഏതെങ്കിലും ഉദ്യോഗം വഹിക്കുകയോ അതിൻ്റെ നീതിന്യായ വ്യവസ്ഥയിൽ ന്യായാധിപ സ്ഥാനം വഹിക്കുകയോ ഏതെങ്കിലും നിയമനിർമ്മാണ സഭയിൽ അംഗമായിരിക്കുകയോ ആണെങ്കിൽ സത്യത്തിനും നീതിക്കും വിരുദ്ധമായ യാതൊന്നും പ്രവർത്തിക്കാതിരിക്കുക. ഇവിടെ പറഞ്ഞെന്താ വെച്ചാൽ ആ സ്ഥാനം കൈയൊഴിയുക. അപ്പൊ ആ സ്ഥാനം കഴിയുക എന്നതാണ് അന്നത്തെ വാജിബ്. ഇന്ന് ഇത് വാജിബായിട്ടുള്ള എന്താണ്? നീതിപൂർവ്വം. അപ്പൊ യഥാർത്ഥത്തിൽ അന്നത്തെ ഭരണഘടന കേട്ട് രാജിവെച്ച എത്രയോ ആൾക്കാരുണ്ടാവും. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആദർശത്തിൽ തന്നെയാണ് അവർക്ക് അബദ്ധം സംഭവിച്ചിട്ടുള്ളത്.